വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിനെ കുറിച്ചാണ്. ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന മനുഷ്യാവകാശ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയുടെ പേര് എന്താണ്? UNO അഥവാ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്നാണ്, അല്ലെ? ഈ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ കഴിഞ്ഞാല് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പേരാണ് പറയുന്നത്. അപ്പൊ ലോകത്ത് വലിപ്പത്തിൽ രണ്ടാമത്തെ മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന UNO, ലോകത്തിലെ രണ്ടാമത്തെ വലിയ മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. ഈ ആംനസ്റ്റി എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താ അറിയോ നിങ്ങൾക്ക്? പൊതുമാപ്പ് എന്നാണ്. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പൊതുമാപ്പ് എന്നതാണ് ആംനസ്റ്റി എന്ന വാക്കിന്റെ മീനിങ്. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ മനുഷ്യാവകാശ സംഘടന 1961 നിലവിൽ വന്നത്. അപ്പൊ ആംനസ്റ്റി ഇന്റർനാഷണൽ നിലവിൽ വന്ന വർഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 1961 ആംനസ്റ്റി നിലവിൽ വന്നതെന്ന് പറയും. ഇനി എവിടെയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടൻ ആണ്. എവിടെയാണ്? ലണ്ടനിലാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയായ UNO കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് ഏത്? ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം പൊതുമാപ്പ് എന്നാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ മനുഷ്യാവകാശ സംഘടന നിലവിൽ വന്ന വർഷം 1961. ഈ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. എവിടെയാണ്? ലണ്ടനിലാണ്. ഇനി ആരാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചത്? പീറ്റർ ബെറൻസൺ എന്ന ബ്രിട്ടീഷ് അഭിഭാഷകനാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചത്. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപകൻ ആരാണ്? പീറ്റർ ബെറൻസൺ എന്ന ബ്രിട്ടീഷ് അഭിഭാഷകനാണ്. അപ്പൊ ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചത് ആരാണ്? പീറ്റർ ബെറൻസൺ. ആരാ? പീറ്റർ ബെറൻസൺ ട്ടോ. ഇനി അടുത്തത് ആംനസ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ ആംനസ്റ്റിക്ക് സ്വന്തമായിട്ട് ഒരു ആപ്തവാക്യുണ്ട്. എന്താ അറിയോ? ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ്. അയ്യോ, കറണ്ട് ഇല്ലല്ലോ, ഇരുട്ടാണല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഒരു ടോർച്ചോ മെഴുകുതിരിയൊക്കെ കത്തിക്കുകയാണെങ്കിൽ അപ്പൊ വെളിച്ചം തന്നെ വരില്ലേ? അതന്നെ, ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ് എന്നുള്ളതാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആപ്തവാക്യം. ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ്, അല്ലെ? ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബെറൻസൺ ആണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആപ്തവാക്യം എന്താണ്? ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ്. ഇനി ആംനസ്റ്റി ഇന്റർനാഷണലിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ സംഘടനയൊക്കെ ആവുമ്പോൾ സമാധാനത്തിനുള്ള നോബൽ പ്രൈസാ ലഭിക്കേണ്ടാവുക, അല്ലെ? അങ്ങനെ ആംനസ്റ്റി ഇന്റർനാഷണലിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച വർഷം 1977. 1977. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു 3 തവണ നോബൽ പ്രൈസ്, അല്ലെ, ലഭിച്ചിട്ടുള്ള സംഘടനയാണ് ഏത്? റെഡ് ക്രോസ് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. 3 തവണ ലഭിച്ചു എന്ന്. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു പ്രാവശ്യമാണ് ആംനസ്റ്റിക്ക് കിട്ടിയിട്ടുള്ളത്. 1977 ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ത് ലഭിച്ചേ? സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചെന്ന് ഓർത്തു വെക്കാം. ഇനി ആംനസ്റ്റി ഇന്റർനാഷണലിന് മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിനുള്ള UN അവാർഡും കൂടി ലഭിക്കുകയുണ്ടായി. മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിനുള്ള UN അവാർഡ് ആംനസ്റ്റി ഇന്റർനാഷണൽ ലഭിച്ച വർഷം 1978. 1978 മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിനുള്ള UN അവാർഡ് ലഭിച്ച സംഘടന ഏതാണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ സംഘടന ഉണ്ടല്ലോ, ഇത് 2020 മുതൽ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചേക്കാണ്. അപ്പൊ ഇന്ത്യയിൽ എന്നു മുതലാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത്? 2020 മുതലാണ്. ഇത്രയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഒന്നും കൂടെ നമുക്ക് പറയാം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയായ UNO കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വലിയ മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം പൊതുമാപ്പ്. ആംനസ്റ്റി നിലവിൽ വന്ന വർഷം 1961. ആംനസ്റ്റിയുടെ
ആസ്ഥാനം ലണ്ടൻ. ആംനസ്റ്റി സ്ഥാപിച്ചത് പീറ്റർ ബറൻസൺ. ആംനസ്റ്റിയുടെ ആപ്തവാക്യം ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും തെളിയിക്കുന്നതാണ്. ഇനി ആംനസ്റ്റിയുടെ നോബൽ പ്രൈസ് ലഭിച്ച വർഷം 1977. കൂടാണ്ട് 1978 മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിനുള്ള അവാർഡും ആംനസ്റ്റിക്ക് ലഭിക്കുകയുണ്ടായി. അടുത്ത നമ്മൾ എന്താ പറഞ്ഞേ, 2020 മുതൽ ഇന്ത്യയിലെ ആംനസ്റ്റിയുടെ പ്രവർത്തനം നിലച്ചു. 2020 വരെയാണ് ഇന്ത്യയിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇത്രയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടന. അപ്പൊ നമ്മൾ ഓരോ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറയുന്ന ടോപ്പിക്. പൊതുവെ കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്തതും എന്നാൽ ഒരു ചോദ്യമെങ്കിലും ചോദിക്കാറുള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ് അന്താരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ഈ ഭാഗം. അപ്പൊ നമ്മൾ കുറെ അധികം പറയുമ്പോൾ ക്ലാസ് ബോറടിക്കും. അപ്പൊ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെ ഇങ്ങനെ, അതായത് 5 മിനിറ്റും 10 മിനിറ്റൊക്കെയുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നമ്മൾ അന്താരാഷ്ട്ര സംഘടന എടുത്ത് അവസാനിപ്പിച്ച കുറച്ചും കൂടി നിങ്ങളെ പോലുള്ള കുട്ടികൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമാവും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.